Good morning, dear children. Hope you all are keeping fine at your homes. Today, we are going to learn the balance portion from the chapter Diversity and Discrimination. In our previous class, we had learned about difference, prejudice, and stereotype. Differences in terms of religion, region, language, etc. And prejudice means to judge other people negatively or see them as inferior. What do you mean by stereotype? Yes, all of us familiar with gender differences. That means being a boy or a girl. And you can see some statements in your textbook are related to boys and girls. ഹോപ്പ് യു ഓൾ ആർ ഡു ദാറ്റ് ആക്ടിവിറ്റി. നിങ്ങളെല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ടീച്ചർ തന്നിരുന്നു ഗേൾസ് എന്നും ബോയ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ പറഞ്ഞിരുന്നു. അത് എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നൗ ലെറ്റ്സ് സ്റ്റഡി അബൌട്ട് സ്റ്റീരിയോടൈപ്പ്. When we fix people into one image, we create a stereotype. When we fix people into one image, we create a stereotype. So how can we create a stereotype? When we fix people into one image, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മളൊരു ഇമേജ് ഫിക്സ് ചെയ്യുകയാണ്, നമ്മൾ അവർ ആ ഗ്രൂപ്പ് അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് ഫിക്സ് ചെയ്യുകയാണ്. ആ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോടൈപ്പ്. When people say that those who belong to a particular country, religion, sex, race or economic background are stingy, lazy, criminal, etc., they are using stereotypes. So, what is the example related to stereotype? We fix people into one image. For example, those who come from a particular country, religion, sex, etc. are different. We have to fix several characteristics to that group of people. അല്ലേ, നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നൽകുന്ന ഒരു ഇമേജ് ആണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറഞ്ഞാൽ. Stereotypes stop us from looking at each person as a unique individual with his or her own special qualities and skills that are different from others. അപ്പം നമ്മൾ അങ്ങനെ ഒരു സ്റ്റീരിയോടൈപ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനുമുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ല് അവിടെ കണ്ടെത്താതെ പോകുന്നു. അല്ലേ, നമുക്കെല്ലാവർക്കും ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു സ്കില്ലുണ്ട്, ഒരു യുണീക്ക് ഫീച്ചർ ഉണ്ട്. So, stereotypes stop us from looking at each person as a unique individual with his or her own special qualities and skills that are different from others. And also, stereotype prevent us from doing certain things. അല്ലേ, ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ മാറ്റി നിർത്തപ്പെടുന്നു, പ്രിവെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ ചെയ്യരുത് എന്ന് പറയാനായിട്ട് കാരണമാകുന്ന ഒരു ഫാക്ടറാണ് സ്റ്റീരിയോടൈപ്പ്. അപ്പോൾ സ്റ്റീരിയോടൈപ്പും പ്രിജുഡൈസും തമ്മിൽ റിലേറ്റഡ് ആണ്. ഇത് രണ്ടുമാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാനുള്ള റീസൺ. Okay, our next topic is about inequality and discrimination. Equality എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റൈറ്റ്സ് ടു ഓൾ പീപ്പിൾ. എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇനീക്വാളിറ്റി. എന്താ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ? യെസ്, ഡു സംതിങ് ടു പുട്ട് അതർ പീപ്പിൾ ഡൗൺ. ഇഫ് യു സ്റ്റോപ്പ് ദം ഫ്രം ടേക്കിംഗ് പാർട്ട് ഇൻ സർട്ടൻ ആക്ടിവിറ്റീസ് ആൻഡ് ടേക്കിംഗ് അപ്പ് ജോബ്സ്, സ്റ്റോപ്പ് ദം ഫ്രം ലിവിംഗ് ഇൻ സർട്ടൻ നൈബർഹുഡ്സ്, പ്രിവെൻറ്റ് ദം ഫ്രം ടേക്കിംഗ് വാട്ടർ ഫ്രം ദ സെയിം വെൽ ഓർ ഹാൻഡ് പമ്പ്, നോട്ട് അലൗ ദം ടു ഡ്രിങ്ക് ടീ ഇൻ ദ സെയിം കപ്പ് ഓർ ഗ്ലാസസ് ആസ് അതേഴ്സ്. അല്ലേ, നമ്മൾ മറ്റുള്ളവരിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ താഴ്ത്താനായിട്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുവരിക, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങളിൽ നിന്നും അവരെ അവഗണിച്ച് നിർത്തുക, അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ. ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നതിൻ്റെ റീസൺസ് പറഞ്ഞാൽ എന്താണ്? പ്രിജുഡൈസും സ്റ്റീരിയോടൈപ്സും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസ് കാരണമാണ് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാകുന്നത്. റേസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണവിവേചനം. അല്ലേ, ഓൺ ദി ബേസിസ് ഓഫ് സ്കിന്നിൻ്റെ അല്ലെങ്കിൽ സ്കിൻ കളറിലുള്ള ഡിഫറൻസ് ആണ് റേസിസം. ഓക്കെ, ഇനിക്വാളിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിക്സിൽ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് നമ്മൾ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ സമീർ ഏക്കിൻ്റെയും സമീർ ഡൂൻ്റെയും സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ദേ വർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ഇൻ മെനി വേസ്. അല്ലേ, അതായത് ദേ ബിലോങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻസ്. അപ്പോൾ റിലീജിയൻ്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതൊരു ഡൈവേഴ്സിറ്റിയുടെ ഒരു ആസ്പെക്റ്റും കൂടിയാണ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഡിഫറൻസസ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലീജിയൻ, ലാംഗ്വേജ്, റീജിയൻ, കസ്റ്റംസ് ഓർ പ്രാക്ടീസസ് എക്സെട്ര, ഇതെല്ലാം ഡിസ്ക്രിമിനേഷൻ്റെ റീസൺസ് ആണ്. സോ ദീസ് ആർ ദ റീസൺസ് റെസ്പോൺസിബിൾ ഫോർ ഡിസ്ക്രിമിനേഷൻ. മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സമീർ ഏക്കും സമീർ ഡൂവും തമ്മിൽ ഉള്ള ഡിഫറൻസ് ആയിരുന്നു അവർ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സാമ്പത്തികമായ ചുറ്റുപാടും വ്യത്യസ്തമായിരുന്നു. അല്ലേ, എന്തായിരുന്നു കാരണം? ഒരാൾ വളരെ പുവർ ആണ്, മറ്റേയാൾ കുറച്ച് റിച്ച് ആണ്.
പുവർ പീപ്പിളിന് എന്തൊക്കെ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എന്ത് കിട്ടാതെ വരുന്നു, അവർക്ക് സമൂഹത്തിൽ ഒരു വിലയില്ലാതെയാകുന്നു അല്ലേ, സമൂഹം അവരെ അവഗണിക്കപ്പെടുന്നു. പീപ്പിൾ ഹു ആർ പുവർ ഡു നോട്ട് ഹാവ് ദ റിസോഴ്സസ് ഓർ ദ മണി ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ് ഓഫ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. ഇത് അവർ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ദേ ഹാവ് ടു ഫേസ് ദിസ് പ്രോബ്ലം അല്ലേ, അവർക്ക് ബേസിക് നീഡ്സ് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. സോ ദേ എക്സ്പീരിയൻസ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഓഫീസസ്, ഇൻ ഹോസ്പിറ്റൽസ്, സ്കൂൾസ് എക്സെട്ര, വെയർ ദേ ആർ ട്രീറ്റഡ് ബാഡ്ലി ബിക്കോസ് ദേ ആർ പുവർ. പുവർ ആണെന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അവർ മറ്റുള്ളവരിൽ നിന്നും ഡിസ്ക്രിമിനേറ്റഡ് ആകപ്പെടുന്നത്. സം പീപ്പിൾ മേ എക്സ്പീരിയൻസ് ബോത്ത് കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ. ഏതൊക്കെയാണ്? ദേ ആർ പുവർ ആൻഡ് ദേ ബിലോങ് ടു ഗ്രൂപ്പ്സ് ഹൂസ് കൾച്ചർ ഈസ് നോട്ട് വാല്യൂഡ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. സം റിലീജിയസ് ഗ്രൂപ്പ്സ് ആൻഡ് ഈവൻ പർട്ടിക്കുലർ റീജിയൻസ് ആർ ഡിസ്ക്രിമിനേറ്റഡ് എഗൻസ്റ്റ് ഫോർ വൺ ഓർ മോർ ഓഫ് ദീസ് റീസൺസ്. അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്ക്വേർഡ് കാസ്റ്റാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഗവൺമെൻറ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് നൽകുന്നുണ്ട്. ഇവിടെ പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും പണ്ട് കാലത്ത് ഈ ഒരു കമ്മ്യൂണിറ്റി ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിരുന്നു, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിരുന്ന കമ്മ്യൂണിറ്റിയാണ് ട്രൈബൽ പീപ്പിൾ. ഓക്കെ, അപ്പം എന്തിൻ്റെയൊക്കെ ബേസിലാണ് ആൾക്കാർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റീജിയൻ, ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ എക്സെട്ര. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പാണ്, എക്സാമ്പിളാണ് എബൌട്ട് മുസ്ലിംസ്. ഫോർ എക്സാമ്പിൾ, എ കോമൺ സ്റ്റീരിയോ ടൈപ്പ് എബൌട്ട് മുസ്ലിംസ് ഈസ് ദാറ്റ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എഡ്യൂക്കേറ്റിംഗ് ഗേൾസ് ആൻഡ് ദെയർഫോർ ഡു നോട്ട് സെൻഡ് ഗേൾസ് ടു സ്കൂൾ. ഇറ്റ് ഈസ് എ സ്റ്റീരിയോ ടൈപ്പ്. ഇത് നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അവർ പറയുന്നതാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. കാരണം പണ്ട് കാലത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പുവർ പീപ്പിളായിരുന്നു കൂടുതലും. അപ്പോൾ അതുകൊണ്ട് മുസ്ലിംസ് ഗേൾസിനെ അവർ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് വിഷമം അല്ലെങ്കിൽ അവർ വിട്ടിരുന്നില്ല. അതായിരുന്നു അതിൻ്റെ റീസൺ. നമ്മുടെ കേരളത്തിൽ ഇത് ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന കാസ്റ്റ് സിസ്റ്റമാണ്. നിങ്ങൾ കണ്ടല്ലോ, ഒരു ലാഡർ, അതിൽ ബ്രാഹ്മിൻസ് ആണ് ഏറ്റവും അപ്പർ കാസ്റ്റ് നിൽക്കുന്നത്, ദെൻ ക്ഷത്രിയ, ദെൻ വൈശ്യ, ദെൻ ശൂദ്ര, അതിനും താഴെയാണ് അൺടച്ചബിൾസ് അല്ലെങ്കിൽ ഏറ്റവും ലോവർ കാസ്റ്റ് പീപ്പിൾ. ഇതൊരു ലാഡറാണ്. ഈ ഒരു ലാഡർ അനുസരിച്ചാണ് കാസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. കാരണം പണ്ട് കാലത്ത് ബ്രാഹ്മണന്മാരായിരുന്നു ഏറ്റവും മുന്നിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഹൈ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് എന്നറിയപ്പെട്ടിരുന്നത്. അതിന് താഴെ ക്ഷത്രിയാസ്, പിന്നെ വൈശ്യാസ്, ഇതിന് ഏറ്റവും താഴെ ലാഡറിൻ്റെ ഏറ്റവും താഴെയുള്ളവരെ അൺടച്ചബിൾസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, സോ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് like teaching, carpentry, pottery, weaving, fishing, farming, etc. to earn livelihood. അല്ലേ, ജീവിക്കാനായിട്ട് ഒരുപാട് ജോലി ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ചില വർക്കിനെ വാല്യൂ ഇല്ല, മറ്റൊരു വർക്കിനെ കൂട്ട് വാല്യൂ ഇല്ല. അതിന് എക്സാമ്പിളാണ് ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലീനിങ്, വാഷിംഗ്, കട്ടിംഗ് ഹെയർ, പിക്കിംഗ് ഗാർബേജ് ആർ സീൻ ആസ് ലെസ് വാല്യൂ. ഓക്കെ, ഏതൊക്കെ ആക്ടിവിറ്റീസ്, ഏതൊക്കെ വർക്കിനാണ് ലെസ് വാല്യൂ ഉള്ളത്? ക്ലീനിങ്, വാഷിംഗ്, കട്ടിംഗ് ഹെയർ, പിക്കിംഗ് ഗാർബേജ് ആർ സീൻ ആസ് ടാസ്ക് ദാറ്റ് ആർ ഓഫ് ലെസ് വാല്യൂ ആൻഡ് പീപ്പിൾ ഹു ഡു ദിസ് വർക്ക് ആസ് സീൻ ആസ് ഡേർട്ടി ഓർ ഇംപ്യൂർ. ദിസ് ബിലീഫ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം. ഈ ഒരു ബിലീഫ് എന്തിൽ നിന്നും ഫോം ചെയ്തതാണ്? കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്നും ഫോം ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ. ഇൻ ദ കാസ്റ്റ് സിസ്റ്റം, communities and groups of people were placed in a sort of ladder where each caste was either above or below the other. Those who placed themselves at the top of this ladder called themselves upper castes. അപ്പോൾ ഈ ലാഡറിൻ്റെ ഏറ്റവും മുകളിലുള്ളവരായിരുന്നു അപ്പർ കാസ്റ്റ് പീപ്പിൾ എന്നറിയപ്പെട്ടിരുന്നത്, അതായത് സുപ്പീരിയർ. The groups who were placed at the bottom of the ladder were seen as unworthy and called untouchables. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഗ്രൂപ്പിനെ അൺവർത്തി അല്ലെങ്കിൽ അൺടച്ചബിൾസ് എന്നറിയപ്പെട്ടിരുന്നു. അപ്പം ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് കമ്മ്യൂണിറ്റീസിനെ അല്ലെങ്കിൽ ആൾക്കാരുടെ വർക്കിൻ്റെ ബേസിലായിരുന്നു ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഇത് കറക്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഇത് ഈ ഒരു സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. പക്ഷേ പണ്ട് കാലത്തുണ്ടായ ഒരു ഇനിക്വാളിറ്റി ആയിരുന്നു ഈ ഒരു കാസ്റ്റ് സിസ്റ്റം. അതിൽ ദളിത് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ദളിത് ഈസ് എ ടേം ദാറ്റ് പീപ്പിൾ ബിലോങ് ടു ലോവർ കാസ്റ്റ്.
ഈസ് എ ടേം ദാറ്റ് പീപ്പിൾ ബിലോങ്ങിങ് ടു സോ കോൾഡ് ലോവർ കാസ്റ്റസ് യൂസ് ടു അഡ്രസ് ദംസെൽസ്. അപ്പോൾ ദളിത് എന്ന് പറഞ്ഞ ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. ഒരു അൺടച്ചബിൾ എന്നും അറിയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.